മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डास्तिनी निःशेषीकृतरक्तबीजदनुजे नित्ये निचुम्बावहे शुम्भध्वंसिनि संहरा सुदुरितं दुर्गे നമസ്തേംബികേ. ഈ ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവന്മാരൊക്കെ കൂടിയിട്ട് ദേവിയെ തന്നെ ശരണം പ്രാപിക്കണം എന്ന് വിചാരിച്ച് ഹിമാലയത്തിൽ ചെന്നു എന്ന് പറയാണ്. ഇതി കൃത്വാ മതിം ദേവാഹ ഹിമവന്തം നഗോത്തമം ജഗ്മുസ്തത്ര തതോ ദേവീം വിഷ്ണുമായാം പ്രതുഷ്ടുഭോ. ഇതി കൃത്വാ മതിം, ഇതി മതിം കൃത്വാ, ഇപ്രകാരം തീരുമാനിച്ചിട്ട് ദേവിയുടെ അടുത്ത് ചെന്നാൽ ദേവി വേണ്ട ആപത്തുകളിൽ നിന്ന്, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചോളും എന്നുള്ളത് തീർച്ചയാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, വരം തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കാര്യം സാധിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ദേവാഹ, ദേവന്മാരെല്ലാം തന്നെ ഇതി മതിം കൃത്വ, ഇപ്രകാരം നിശ്ചയിച്ചിട്ട് നഗോത്തമം ഹിമവന്തം ജഗ്മുഹു. നഗോത്തമം, നഗം എന്ന് പറഞ്ഞാൽ പർവ്വതം എന്ന്, നഗോത്തമം ഏറ്റവും ഉത്തമമായിട്ടുള്ള പർവ്വതമായിട്ടുള്ള ശ്രേഷ്ഠമായ പർവ്വതമായ ഹിമവന്തം, ഹിമവാനിലേക്ക് ചെന്നു. ഹിമവൽ പർവ്വതത്തിൽ ദേവിയെ ആരാധിക്കാനായിട്ട് അവിടെ ചെന്ന് ദേവിയെ ആരാധിക്കണം എന്ന് വിചാരിച്ച് എല്ലാവരും ഹിമാലയത്തിലേക്ക് ചെന്നു എന്നാണ്. നഗോത്തമം ഹിമവന്തം ജഗ്മുഹു, ജഗ്മുഹു പോയി, നഗോത്തമമായിട്ടുള്ള ഹിമവാനിലേക്ക് പോയി. തത്ര തതോ ദേവീം വിഷ്ണുമായാം പ്രതുഷ്ടുഹു, അവിടെ ചെന്നിട്ട് തത്ര അവിടെ, തതഃ അനന്തരം ദേവീം വിഷ്ണുമായാം പ്രതുഷ്ടുഹു, വിഷ്ണുവിൻ്റെ മായയായിട്ടുള്ള ആ ദേവിയെ, വിഷ്ണുമായയായിട്ടുള്ള ആ ദേവിയെ, മായാശക്തി ആണ് ദേവി എന്നുള്ളതാണ്, ആ മായാശക്തിയായിട്ടുള്ള ദേവിയെ പ്രതുഷ്ടുഹു, സ്തുതിച്ചു, തുഷ്ടാവ സ്തുതിച്ചു എന്നർത്ഥം. പ്രതുഷ്ടുഹു സ്തുതിച്ച് സന്തോഷിപ്പിച്ചു. ഇനി അവർ സ്തുതിച്ചതായിട്ടുള്ള പ്രകാരമാണ് ഇനി എങ്ങനെയാണ് സ്തുതിച്ചത് എന്നാണ് ഏതാനും ശ്ലോകങ്ങളിൽ ഇനി പറയണത്. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ, നമ പ്രകൃത്यै ഭദ്രായൈ നിയതാ പ്രണതാസ്മ താം. നമോ ദേവ്യൈ മഹാദേവ്യൈ, മഹാദേവിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ആ ദേവ്യൈ വെച്ചാൽ ദീപ് എന്നുള്ളതായിട്ടുള്ള ധാതു തന്നെ പ്രകാശം സ്വഭാവമുള്ളത് എന്നാണ്, പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം. ആ പ്രകാശസ്വരൂപിണിയായിട്ടുള്ള തേജോരൂപിണിയായിട്ടുള്ള ആ ദേവിക്ക് നമസ്കാരം. എല്ലാ ദേവന്മാരുടെയും തേജസ് കൊണ്ടാണ് ഉണ്ടായതെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ തേജോരൂപിണിയായിട്ടുള്ള ആ ദേവിക്ക് നമസ്കാരം. നമഃ ദേവി, ഈ നമഃ എന്നുള്ളതൊക്കെ ചതുർത്ഥിയോട് കൂടിയിട്ടാണ് പ്രയോഗിക്കുക. നമസ്തേ എന്നൊക്കെ ഉണ്ടല്ലോ, തേ നമഃ, തേ എന്നുള്ളത് ചതുർത്ഥിയാണ്. അപ്പോൾ അങ്ങനെ നമഃ എന്നുള്ളതായിട്ടുള്ള പദം തന്നെ ചതുർത്ഥിയോട് കൂടിയിട്ടാണ് പ്രയോഗിക്കുക. അതാണ് ദേവ്യൈ മഹാദേവ്യൈ ശിവായ. ഇനി കുറേ ആ ചതുർത്ഥ്യന്തങ്ങളാണ്, ദേവിയുടെ വിശേഷണങ്ങളാണ് ഇനി കുറേ കൊടുക്കണത് ശ്ലോകങ്ങളുടെ. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ചതുർത്ഥി ഭക്തിയാണ് ഉണ്ടാവുക. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമ, ശിവായൈ മംഗളരൂപിണിയായിട്ടുള്ള ദേവിക്ക്, ശിവ എന്നുള്ളതിനർത്ഥം മംഗളസ്വരൂപിണി എന്നുള്ള അർത്ഥമാണ്. നമ പ്രകൃത്यै ഭദ്രായൈ, പ്രകൃത്यै പ്രകൃതി ആയിട്ടുള്ള, പ്രകൃതി രൂപിണിയാണ്. പുരുഷൻ പ്രകൃതി എന്ന് രണ്ടാണ്, ആ പ്രകൃതി തന്നെയാണ് ദേവി എന്നുള്ളതാണ്. പ്രകൃത്यै പ്രകൃതി സ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഭദ്രായൈ ഭദ്രത്തെ നൽകുന്നതായിട്ടുള്ള, മംഗളത്തെ നൽകുന്നതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. നിയതാഹ പ്രണതാഹ സ്മ താം, സ്മ എന്ന് ഉത്തരപുരുഷം പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് വയം എന്ന് കിട്ടിക്കോളും. വയം നിയതം നിയതാഹ പ്രണതാഹ സ്മ, ഞങ്ങൾ നിയതമായിട്ട് ദേവിയെ നമസ്കരിക്കുന്നു, നമസ്കരിച്ചവരാകുന്നു, നമസ്കരിക്കുന്നു എന്നർത്ഥം. രൗദ്രായൈ തേ നമോ നിത്യം, ഗൗര്യൈ ധാത്രിയൈ നമോ നമ, ജ്യോത്സ്നായൈ ചന്ദ്രരൂപിണ്യൈ സുഖായൈ സതതം നമ. രൗദ്രായൈ രൗദ്രമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ, അതായത് ദുർഗാ രൂപിണിയാവുമ്പോൾ
രൗദ്രസ്വരൂപമാണ്. അങ്ങനെയുള്ളതായിട്ട് രൗദ്രമായിട്ട് ഇത് പാപകൃത്യങ്ങൾ ഉണ്ടാവുമ്പോൾ രൗദ്രഭാവം സ്വീകരിക്കാനും ദേവിക്ക് സാധിക്കും എന്നുള്ളതാണ്. മംഗളരൂപിണിയാണ്, അതേസമയം രൗദ്രരൂപിണിയാണ് എന്നുള്ളതാണ്. രൗദ്രായൈ തേ നമോ നിത്യം. രൗദ്രസ്വരൂപത്തോടു കൂടിയ ആ ദേവിക്ക് നിത്യം നമഃ, എപ്പോഴും നമസ്കരിക്കുന്നു. ഗൗര്യൈ, ഗൗരിക്ക് നമസ്കാരം. അതായത് പാർവതീ രൂപത്തിലുള്ളതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ധാത്രിയൈ, എല്ലാവരുടെയും ധാത്രിയായിട്ടുള്ള ആ ദേവിക്ക് നമസ്കാരം. നമോ നമഃ, വീണ്ടും വീണ്ടും നമസ്കാരം. ജ്യോത്സ്നായൈ, ജ്യോത്സ്നാ സ്വരൂപമായിട്ടുള്ള, ജ്യോത്സ്ന എന്ന് വെച്ചാൽ തണുപ്പാണ് ജ്യോത്സ്നയുടെ ശീലം അല്ലേ. ആ ജ്യോത്സ്നാ സ്വരൂപമായിട്ടുള്ള തണുപ്പ് നൽകുന്നതായിട്ടുള്ള, കുളിർമ നൽകുന്നതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഇനി ജ്യോത്സ്നായൈ ചന്ദ്രരൂപിണ്യൈ, ചന്ദ്രരൂപിണിയാണ്. ചന്ദ്രൻ്റെ സ്വരൂപം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ചന്ദ്രരൂപിണ്യൈ, ചന്ദ്രൻ്റെ സ്വരൂപത്തോടു കൂടിയ, അതായത് മാർദ്ദവ സ്വരൂപത്തോടു കൂടിയ, കോമളമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ സുഖായൈ, സുഖസ്വരൂപിയായിട്ടുള്ള ദേവിക്ക് സതതം നമഃ, എല്ലായ്പ്പോഴും നമസ്കാരം. കല്യാണ്യൈ, കല്യാണപ്രദമായിട്ടുള്ള പ്രദയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. കല്യാണ സ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. പ്രണതാർത്തിഘ്നിയൈ, പ്രണതന്മാരുടെ ആർത്തികളെ ഹരിക്കുന്നതായിട്ടുള്ള ദേവിക്ക്, പ്രണതന്മാര് നമസ്കരിക്കുന്നവർ, വന്ദിക്കുന്നവർ, ആ വന്ദിക്കുന്നവരുടെ പ്രണത ആർത്തികൾ, ദുഃഖങ്ങൾ എല്ലാം നശിപ്പിക്കുന്നതായിട്ടുള്ള, ഹനിക്കുന്നതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ത്രൈവിക്രമ്യൈ, ത്രിവിക്രമനായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ, അല്ലെങ്കിൽ ത്രിവിക്രമന്റെ ശക്തിയായിട്ടുള്ള ദേവിക്ക് ത്രൈവിക്രമ്യൈ, ത്രിവിക്രമന്റെ ശക്തിയോടു കൂടിയതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. നമോ നമഃ. നൈരുത്യൈ ഭൂഭൃതാം ലക്ഷ്മിയൈ, നിരുതിയുടെ സ്വഭാവത്തോടു കൂടിയ ഭൂഭൃതാം ലക്ഷ്മി, രാജാക്കന്മാരുടെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ലക്ഷ്മി, ഐശ്വര്യം പ്രദായിനി, രാജാക്കന്മാർക്കെല്ലാം ഐശ്വര്യത്തെ നൽകുന്നതായിട്ടുള്ള ശർവാണി ആയിട്ടുള്ളതായിട്ടുള്ള ദേവിക്ക് തേ നമോ നമഃ. ദുർഗായൈ ദുർഗപാരായൈ, ദുർഗ എന്ന് പറയുമ്പോഴെങ്കിൽ ഗമിക്കാൻ, ദേവിയെ സമീപിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. ദുർഗായൈ ദുർഗപാരായൈ, എന്നാൽ സമീപിച്ചു കഴിഞ്ഞാലോ എല്ലാ ദുർഗങ്ങളെയും കീഴ്പ്പെടുത്തുന്നതിന് സഹായമാണ്. ദുർഗങ്ങളെ അതേ കടക്കുന്നതിന്, എല്ലാ വൈഷമ്യങ്ങളെയും അതിജീവിക്കുന്നതിന് സഹായിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. സാരായൈ, എല്ലാറ്റിൻ്റെയും സാരസ്വരൂപമായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. സർവകാരുണ്യൈ, എല്ലാം മംഗളങ്ങളെയും ചെയ്യുന്നതായിട്ടുള്ള, കാരുണി ചെയ്യുന്നവൾ എന്നർത്ഥം. സർവകാരുണ്യൈ, എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഖ്യാത്യൈ, ഖ്യാതി എന്ന് പറഞ്ഞാൽ പ്രശസ്തി യശോരൂപിണിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. തഥൈവ കൃഷ്ണായൈ, അതേപോലെ തന്നെ കൃഷ്ണായൈ, കർഷണ സ്വഭാവത്തോടു കൂടിയ, കർഷണം വെച്ചാൽ തന്നിലേക്ക് ആകർഷിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ദേവിക്ക് നമസ്കാരം. ധൂമ്രായൈ, ധൂമ്ര രൂപത്തോടു കൂടിയതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. സതതം നമഃ, എല്ലായ്പ്പോഴും നമസ്കാരം. അങ്ങനെ ദേവിയുടെ കുറേ വിശേഷണങ്ങളാണ് അവിടെ പറഞ്ഞത്. ഓരോരോ വിശേഷണങ്ങൾക്കും ഓരോരോ അർത്ഥം ഉണ്ട്. അങ്ങനെ ദേവിയുടെ സ്വഭാവത്തിനെ മുഴുവൻ ഇതായും കൊണ്ട് പലതരത്തിലുള്ളതായിട്ടുള്ള ഓരോരോ സന്ദർഭങ്ങളിലും ഓരോരോ സ്വഭാവമാണ് ദേവിക്കുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളോട് കൂടിയതായിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്ന് എല്ലാ ദേവന്മാരും കൂടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, ദേവിയെ സ്തുതിച്ചു എന്ന് പറയണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.